കൃഷ്ണ ഗുരുവായൂരപ്പ. ശ്രീ ഗുരുവായൂരപ്പന് ഭക്തർക്ക് നേരിട്ട് അർപ്പിക്കാൻ പറ്റുന്ന വഴിപാടുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ കണ്ടിരിക്കാം, കേട്ടിരിക്കാം. എന്നാലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഏകദേശം മൂന്ന് മണിക്ക് നട തുറക്കുമ്പോൾ 3:15 പടിഞ്ഞാറ് നടയും അതുപോലെ ഭഗവതി നടയും തുറക്കും. ആ സമയത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ച അത് ഏറ്റവും നല്ല സമയമാണ്. കാരണം തിരക്കുണ്ടാവില്ല. ശരിക്കും പറയുന്നത് ശയനപ്രദക്ഷിണമാണ്. അതായത് പുരുഷന്മാർക്ക് ശയനപ്രദക്ഷിണവും സ്ത്രീകൾക്ക് അതുപോലെ തന്നെ അടിപ്രദക്ഷിണവും. അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ വന്ന് ഏത് സമയത്താണോ നമ്മൾ എത്തുന്നത് ആ സമയത്ത് എത്തിയിട്ട് രുദ്രതീർത്ഥ കുളത്തിൽ മുങ്ങിയിട്ട് അങ്ങനെ ശരിക്ക് പറയുകയാണെങ്കിൽ തല പോലും തോർത്തരുത്, ദേഹം തോർത്തരുത് എന്നാണ്. അങ്ങനെ ഓലോലം മുങ്ങിയിട്ട് വന്ന് ഭഗവാന്റെ തിരുനടയിൽ, അതായത് കൊടിമരത്തിൻ്റെ മുൻപിൽ വന്ന് കിടക്കുക. നേരെ ഭഗവാനെ നോക്കി നമസ്കരിച്ച് അങ്ങനെ ഓരോ സൈഡ് ഭാഗമുണ്ട് അവിടെ അങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉരുളാം. അത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പിടിക്കുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാനാണ്. ആ വഴിയിൽ ഉള്ള സൈഡുകളിൽ കല്ലുകളിൽ ഇങ്ങനെ പിടിച്ച് നമുക്കിങ്ങനെ ഉരുളുമ്പോൾ നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ പിടിച്ചത്. പിന്നെ ഈ രാവിലെ നേരത്തെ പറയുന്നത് എന്താ വെച്ചാൽ ആ സമയത്ത് അധികം തിരക്കുണ്ടാവില്ല. ആ തിരക്കില്ലാത്ത സമയത്താവുമ്പോൾ സുഖമായ പ്രദക്ഷിണം നമുക്ക് കിട്ടും. അപ്പോൾ മനസ്സ് നിറഞ്ഞ് നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നോ പറഞ്ഞിട്ട് നമുക്ക് ഉരുളാൻ പറ്റുന്ന ഇതാണ്. അത് 1 ചെയ്യാം, അതല്ലെങ്കിൽ 3 ചെയ്യാം. എത്രയാണോ നമ്മുടെ ശരീരം കൊണ്ട് വഹിക്കുന്നത്, മനസ്സുകൊണ്ടും അർപ്പിക്കാൻ കഴിയുന്നത് അത്രയ്ക്കും നമുക്ക് ചെയ്യാൻ കഴിയും. ചില ആളുകൾ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ നിർമ്മാല്യ സമയത്ത് കാണാം 7 വട്ടവും അത് അവരിങ്ങനെ ഓടുന്ന പോലെ പ്രദക്ഷിണമായിട്ട് പോകുന്നത് കാണാം. അവരുടെ ആ ഒരു നാരായണ 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 എന്നുള്ള ആ ഒരു ജപത്തിൻ്റെ ശക്തിയിൽ ഗുരുവായൂരപ്പൻ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാനെ തൊഴുതെണീച്ച് അതിനുശേഷം നമ്മൾ രുദ്രതീർത്ഥത്തിൽ തന്നെ കുളിച്ച് വസ്ത്രം മാറ്റിയിട്ടോ മാറ്റാതെയോ പിഴിഞ്ഞ് ഉടുത്തിട്ടോ നമുക്ക് ദർശനത്തിന് പോവാം. ദർശനം കഴിഞ്ഞ് ഭഗവാനെ ഉള്ളിൽ പോയിട്ടും തൊഴാം. അതൊരു കാര്യമായ ഒരു അറിവാണ്. കാരണം പലരും അത് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും വേലി സമയത്ത് ശ്രീഭൂതബലി സമയത്തൊന്നും ചെയ്യരുത്. കാരണം അപ്പോൾ അനുവദിക്കില്ല. അതുപോലെ ധാരാളം തിരക്കുള്ള സമയത്ത് 2 ഭാഗവും അടയ്ക്കും. അപ്പോൾ കൊടിമരത്തിൻ്റെ ഇപ്പുറത്തും കമ്പിയിട്ട് അടയ്ക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശനം ഉണ്ടാവില്ല. അപ്പോൾ മുഴുവനായിട്ട് ശയനപ്രദക്ഷിണത്തിന് ഉള്ള ആ ഒരു സൗകര്യം കിട്ടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ളതാണ് അടിപ്രദക്ഷിണം. അവർ പിന്നെ മുൻപ് ഒരു 2000-2007 വരെയൊക്കെ ശയനപ്രദക്ഷിണം അനുവദിച്ചിരുന്നു സ്ത്രീകൾക്ക്. പിന്നീട് അത് ദേവപ്രശ്നത്തിലാണ് അത് പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സമർപ്പിക്കാൻ പറ്റുന്ന ആ ഒരു വഴിപാടാണ് അടിപ്രദക്ഷിണം. ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഓരോ അടി വെച്ച് അങ്ങനെ റൗണ്ട് ചെയ്ത് വീണ്ടും കൊടിമരത്തിൻ്റെ അവിടെ എത്തുക. അപ്പോഴേക്ക് നാമജപം ഇഷ്ടം പോലെ ചെയ്യാൻ കഴിയും. അവർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. നേരെ മറിച്ച് ശയനപ്രദക്ഷിണത്തിന് കൂടുതൽ സ്ഥലവും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ക്രൗഡില്ലാത്ത, അധികം തിരക്കില്ലാത്ത സമയത്ത് ശയനപ്രദക്ഷിണം ചെയ്യുന്നത് വളരെ അഭികാമ്യമായ കാര്യമാണ്. അവധി ദിവസങ്ങളൊക്കെ ഒഴിവാക്കി ഈ ശിവേലി സമയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യുമ്പോൾ അതിനൊരു വ്യക്തതയും കിട്ടും. നമുക്ക് ആത്മസമർപ്പണത്തിന്, അതായത് ഗുരുവായൂരപ്പനെ നേരിട്ട് സമർപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം നമുക്ക് നേരിട്ട് ഗുരുവായൂരപ്പന് വേണ്ടി ചെയ്യാൻ കഴിയില്ല. ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആ ഒരു കർമ്മമാണ് ശയനപ്രദക്ഷിണം. അതായത് ഭക്തന് മുന്നിൽ എന്താ പറയുക, ഭഗവാന് മുന്നിൽ ഭക്തൻ ആത്മസമർപ്പണം ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ് ശയനപ്രദക്ഷിണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ആ സമയത്ത് മറ്റൊരു ചിന്ത പോലും ഉണ്ടാവില്ല മനുഷ്യൻ്റെ അടുത്ത്. ആ സമയത്ത് ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടായിരിക്കാം നമ്മളെല്ലാവരും ശയനപ്രദക്ഷിണം ചെയ്യുക.
അതുപോലെ തന്നെ സ്ത്രീകൾ അടിപ്രദക്ഷിണം ചെയ്യുന്നതും ആ സമയങ്ങളിൽ അവർക്കാകെ നാരായണ നാമം മാത്രം മനസ്സിൽ, മറ്റൊരു ചിന്തയും മനസ്സിലില്ലാതെ അങ്ങനെ ആ ഓരോ ഭഗവാനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ആ അടിപ്രദക്ഷിണം പൂർത്തീകരിക്കുമ്പോൾ ആ ഗുരുവായൂരപ്പൻ നേരിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ആ ഒരു കാഴ്ചയായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഭഗവാന് വേണ്ടി, അതായത് ഭക്തൻ ആത്മസമർപ്പണം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഗുരുവായൂർ അമ്പലത്തിലുള്ളൂ. ആ രണ്ടും ശയനപ്രദക്ഷിണവും അടിപ്രദക്ഷിണവുമാണ്. അപ്പോൾ എല്ലാവർക്കും അതിനൊക്കെ ഉള്ള കഴിവ് ഉണ്ടാവട്ടെ. എന്താ വെച്ചാൽ ഒരാൾ ചോദിച്ചു, ആ ശയനപ്രദക്ഷിണം കൊണ്ട് എന്താ ഗുണം, ശയനപ്രദക്ഷിണം എങ്ങനെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞത്. അത് ചെയ്യാൻ പറ്റുന്നത് എപ്പോൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് മറുപടി തന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.